വേറൊരു മേക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി എമർജൻസി ലൈറ്റാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ എമർജൻസി ലൈറ്റിൻ്റെ എൻക്ലോഷർ. ഇത് നമ്മൾ BSNLൻ്റെ ലാൻഡ് ലൈൻ ഉള്ള സമയത്തൊക്കെ ഈ ഫോൺ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഭിത്തിയിലൊക്കെ വെച്ച് പിടിക്കുന്ന ഒരു ബോക്സ് ആണത്. എമർജൻസി ലൈറ്റ് ഓൺ ആക്കാൻ ഓഫ് ആക്കാനായിട്ട് ഒരു സ്വിച്ച്. 19650 ലിഥിയം ബാറ്ററിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കപ്പ് ടൈം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വയേഴ്സ് ആവശ്യമുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, 4 വോൾട്ട് COB LED ലൈറ്റ്. അപ്പോൾ ഈ LED ലൈറ്റ് നന്നായിട്ട് ചൂടാവും. ആ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹീറ്റ് സിങ്ക്, LED-ലേക്കുള്ള കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 0.22 ohms 2 watts റെസിസ്റ്ററാണ്. അടുത്തൊരു TP4056 മൊഡ്യൂള്, ബാറ്ററി ചാർജിങ് മൊഡ്യൂള്. പിന്നെ നമുക്ക് USB ഇൻപുട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ TP4056 മൊഡ്യൂളിലേക്ക് 5 വോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് കണക്ടർ, ഒരു USB ഇൻപുട്ട് കണക്ടർ നമ്മൾ യൂസ് ചെയ്യും. സാധനങ്ങൾക്ക് പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് വേഗം മേക്കിങ്ങിലേക്ക് കിടക്കാം. തന്നെ നമ്മുടെ എൻക്ലോഷറിൽ സ്വിച്ചിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ USB കണക്ടറിൻ്റെ ഒക്കെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ട് ഈ എൻക്ലോഷറിൽ ഹോൾസ് ഉണ്ടാക്കാം. അതേപോലെ നമ്മുടെ ഈ ചാർജിങ് മൊഡ്യൂള് നമുക്ക് ഇവിടെ ഇതേപോലെ വയ്ക്കാം. അപ്പോൾ ഈ ചാർജിങ് മൊഡ്യൂളിൽ ചാർജിങ് ഇൻഡിക്കേഷനൊക്കെ ഉണ്ട്. ചാർജിങ് ഇൻഡിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ചാർജിങ് ഫുള്ളായി കഴിഞ്ഞാൽ ഒരു LED ബ്ലൂ കളറിൽ കത്തും. അപ്പോൾ ഈ 2 LEDs നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ എൻക്ലോഷറിൻ്റെ ടോപ്പ് കവറിലാണ് ചാർജിങ് മൊഡ്യൂൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. LED ബൾബ് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഹീറ്റ് സിങ്ക് നന്നായിട്ട് ഫേമായിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഹീറ്റ് സിങ്കിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യണം. LED പ്ലാസ്റ്റിക് ഭാഗത്ത് കുറച്ച് ഫെവിക്വിക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കെല്ലാം കൂടെ വയർ ചെയ്യാം.
നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. അടിപൊളി.